ഇന്നത്തെ ഒരു ലോകത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ പലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്തൊക്കെ ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ പലപ്പോഴും സമയം കണ്ടെത്തിയിട്ട് ഒരു മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് യാത്രകൾ പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. അത്തരത്തിലാണ് കോളേജിൽ പഠിക്കുന്ന 20 വയസ്സോളം പ്രായമുള്ള ഒരു 5 പെൺകുട്ടികൾ ഒരു ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. US-ൽ നിന്നും കരീബിയൻ ഐലൻഡ് ആയിട്ടുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പൂണ്ടാ കാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടായിരുന്നു അവർ യാത്ര തിരിച്ചത്. അവരുടെ സ്പ്രിംഗ് ബ്രേക്കിന്റെ ടൈമിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വെക്കേഷൻ ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ റിയൂ റിപ്പബ്ലിക്ക എന്ന് പറയുന്ന ലക്ഷറി ഹോട്ടലിലായിരുന്നു അവർ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൾ പാർട്ടികളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നല്ല മെമ്മറീസോട് കൂടിയിട്ട് തിരിച്ചു പോകാനായിട്ടായിരുന്നു സുദീക്ഷ എന്ന് പറയുന്ന പെൺകുട്ടിയും അവരുടെ കൂട്ടുകാരികളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ എത്തി 3-ാമത്തെ ദിവസം അവർ ഇതേപോലെ തന്നെ ആ ഹോട്ടലിലത്തെ ബാറിൽ ഒരു പാർട്ടിക്ക് പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് 6, 2025 അന്നത്തെ ദിവസം വൈകുന്നേരമൊക്കെ തുടങ്ങിയ ആ ഒരു പാർട്ടി അന്ന് ലേറ്റ് നൈറ്റും കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് വരെ നീണ്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് 5 പെൺകുട്ടികൾ മാത്രമായിരുന്നില്ല, അവരുടെ കൂടെ 2 പയ്യന്മാരും ഉണ്ടായിരുന്നു. അവരും ഇതേപോലെ തന്നെ അവരുടെ സ്പ്രിംഗ് ബ്രേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു US-ൽ നിന്ന് തന്നെ. അപ്പോൾ ഇവർ 7 പേരുമായിരുന്നു ഒരുമിച്ച് ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അവർ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറുകയും ചെയ്തു. അവരെല്ലാവരും നല്ല രീതിയിൽ മദ്യപിച്ചു, എൻജോയ് ചെയ്തു. അപ്പോൾ വെളുപ്പിന് 3 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ബീച്ചിലോട്ട് പോകാം, സൺറൈസ് ഒക്കെ കാണാം എന്നുള്ളൊരു തീരുമാനത്തിൽ അവർ 7 പേരും കൂടെ ബാറിൽ നിന്നിറങ്ങി ആ ഒരു ബീച്ചിലോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ബീച്ച് സൈഡിലെത്തി കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന് പറയുകയാണ്. ആ ഒരു 7 പേരിൽ 5 പേരും തിരിച്ച് റൂമിലോട്ട് പോവുകയും ചെയ്തു. അതായത് ഈ ഒരു സുദീക്ഷയുടെ 4 കൂട്ടുകാരികളും അതേപോലെ തന്നെ ഈ പയ്യൻ്റെ കൂടെ വന്ന വേറൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പയ്യനും കൂടിയിട്ടായിരുന്നു തിരിച്ച് റൂമിലോട്ട് പോയത്. ഈ സുദീക്ഷയും ഒരു പയ്യനും ആ ഒരു ബീച്ചിൽ കുറച്ച് നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ളത് അവരുടെ സുഹൃത്തുക്കളോട് പറയുകയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളും ഓക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. രാവിലെ ഏകദേശം ഒരു 8:55 ഒക്കെ ആയപ്പോഴത്തേനും സുദീക്ഷയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനും നേരെ ആളുടെ റൂമിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേനും സുദീക്ഷ ഈ 4 പെൺകുട്ടികളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരുന്നു അവർ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് സുദീക്ഷയെ അവർ കണ്ടില്ല. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് അവർ ആ ഒരു റിസോർട്ട് മുഴുവൻ നടക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് സുദീക്ഷയെ കാണാതായപ്പോൾ അവരുടെ കൂട്ടുകാരികൾ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം വൈകിട്ടുണ്ടാവും, നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പയ്യൻ്റെ റൂമിലോട്ട് സുദീക്ഷ പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോൾ വരുമായിരിക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നിരുന്നത്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും ആ 2 പയ്യന്മാരെയും കണ്ടു. എന്നാൽ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് ആ ബാക്കിയുള്ള കൂട്ടുകാരികളെല്ലാവരും കൂടെ ആകപ്പാടെ പാനിക് ആവുന്നതും ആ ഒരു പെൺകുട്ടിയെ മുഴുവനായിട്ട് അന്വേഷിച്ചിറങ്ങുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ സുദീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ കൂട്ടുകാരികൾക്ക് അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചു. 2025 US-ലും ഇന്ത്യയിലും മുഴുവൻ ചർച്ചയായ ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള സുബ്ബറായുഡു ശ്രീദേവി കൊണാക്കി ദമ്പതികളുടെ മകളായിട്ട് 2004 ഡിസംബർ 13 ഈ ഒരു സുദീക്ഷ കൊണാക്കി ജനിക്കുന്നത്. സുദീക്ഷയ്ക്ക് ഏകദേശം ഒരു 2-3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ഫാമിലി നേരെ US-ലോട്ട് പോകുന്നതും അതിനുശേഷം അവർക്ക് അവിടെ ഗ്രീൻ കാർഡ് കിട്ടി, പിന്നീട് PR-ഉം ലഭിക്കുകയുണ്ടായി. US-ലെ വിർജീനിയയിലെ സൗത്ത് റൈഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഇവരുടെ ഫാമിലി താമസിച്ചിരുന്നത്. അതായത് സുദീക്ഷയും പാരൻസും പിന്നെ സിബ്ലിങ്സും. ഫൈനാൻഷ്യലൊക്കെ അത്യാവശ്യം സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഹാപ്പി ആയിട്ടായിരുന്നു അവരുടെ ലൈഫും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സുദീക്ഷ തന്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് തോമസ് ജെഫേഴ്സൺ ഹൈസ്കൂൾ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ മേജറായിട്ട് എടുത്തിട്ടായിരുന്നു അവർ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവർ യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗിലായിരുന്നു ജോയിൻ ചെയ്തത്. കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജി ആയിരുന്നു അവർ മേജറായിട്ട് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ ഡോക്ടർ ഡ്രീമിൻ്റെ അടുത്തോട്ട് അവർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. അതേപോലെ തന്നെ അവരവിടുത്തെ ക്ലബ്സിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. മെയിനായിട്ട് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബ്സ്, അതേപോലെ തന്നെ ഹെറിറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബ്സിലൊക്കെ ആയിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് മാർച്ചിൽ സ്പ്രിംഗ് ബ്രേക്ക് വരുന്നത്.
US നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഒരു വെക്കേഷൻ കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകാമെന്നുള്ളത് സുദീക്ഷയും ഫ്രണ്ട്സും കൂടെ തീരുമാനിക്കുകയാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കരീബിയൻ ഐലൻഡിലോട്ട് ട്രിപ്പ് പോകാനായിട്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പാരൻസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്, പാരൻസിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുദീക്ഷയുടെ അടുത്ത് സാധാരണഗതിയിൽ പാരൻസ് ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ ഇവരും ചോദിക്കുകയുണ്ടായി. അതായത് എത്ര ദിവസത്തെ ട്രിപ്പാണ്, ആരൊക്കെയാണ് നിന്റെ കൂടെ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ സുദീക്ഷ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പാരൻസിന് കൊടുക്കുകയാണ്. അവസാനം പാരൻസ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ച് പോയിട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ സുദീക്ഷ പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാൻ പോയിട്ട് വന്നോളാം, കുഴപ്പമൊന്നുമില്ല, അച്ഛനമ്മയും പേടിക്കണ്ട എന്നുള്ളൊരു തരത്തിലായിരുന്നു. അങ്ങനെ സുദീക്ഷയും ഫ്രണ്ട്സും അവരുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് അവർ ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. അതേപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പൂന്താഖാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകാനായിരുന്നു അവർ തീരുമാനിച്ചിട്ടുള്ളത്. അവർ ആ ഒരു സ്ഥലം ചൂസ് ചെയ്യാണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല വൈറ്റ് സാൻഡ് ബീച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല കിഡിലിനായിട്ടുള്ള കുറേ ആംബിയൻസ് ഒക്കെ ഉള്ളൊരു പ്ലേസ് ആണ്, പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ഗോവയിലൊക്കെ പോകുന്നത് പോലെ അത്രത്തോളം, അതായത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ വേറെ ഒരു റേഞ്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് ആളുകൾ എന്താ പറയുക വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അത്. അതേപോലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാടധികം ലക്ഷറി ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണത്. അതേപോലെ തന്നെ ഒരുപാടധികം പാർട്ടികളും മറ്റുമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. സോ അവിടെ പോയി പാർട്ടികളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ സ്പ്രിംഗ് ബ്രേക്ക് എൻജോയ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ഒരു 5 പെൺകുട്ടികൾ അങ്ങോട്ട് വിമാനം കയറിയത്. അവിടെ സുദീക്ഷയും ഗ്യാങ്ങും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റിയൂ റിപ്പബ്ലിക്ക എന്ന് പറയുന്ന വലിയ ഒരു ഹോട്ടലായിരുന്നു. അതായത് ഒരു ലക്ഷറി ഹോട്ടലാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ബാറുകൾ, പിന്നെ വലിയ പൂള്, പിന്നെ പ്രൈവറ്റ് ബീച്ച് തുടങ്ങിയിട്ടുള്ള അത്രയും അത്യാഡംബരമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. അങ്ങോട്ടായിരുന്നു ഈ ഒരു 5 പെൺകുട്ടികളും എത്തിയത്. പിന്നെ ഈ പെൺകുട്ടികൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്കെതിരെ അത്യാവശ്യം ക്രൈംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ അത്രത്തോളം അവെയർ ആവാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം കോഷ്യസ് ആയിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അവിടെ ചെന്നിറങ്ങി അവരൊരു സ്വർഗത്തിലെത്തിയതുപോലെയായിരുന്നു. അവർ അവിടെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ ഡേയ്സ് അവർ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അതായത് ഈ ഒരു 5 പെൺകുട്ടികളും അവരുടെ ആ ഒരു വെക്കേഷൻ അതിൻ്റെ ഫുള്ളസ്റ്റിൽ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു. അങ്ങനെ അവരവിടെ എത്തി 3-ാമത്തെ ദിവസം ഇതേപോലെ തന്നെ ലേറ്റ് നൈറ്റ് അവർ അവിടുത്തെ ബാറിൽ പാർട്ടി ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1:27 ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് കറണ്ട് കട്ടാവുകയാണ്. അതിനുശേഷം ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 2:13 ആയപ്പോഴാണ് കറണ്ട് വരുന്നത് കേട്ടോ. അത്രയും സമയം അവർ അവരുടെ ഫോണിലെ ഫ്ലാഷ് അടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നത്. അതായത് ആ ഒരു കറണ്ട് പോയത് അവർ വലിയ കാര്യമായിട്ട് ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം ഒരു പാർട്ടിക്ക് കയറുന്നതിന് മുൻപ് 2 പയ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരും ഇതേപോലെ തന്നെ US നിന്ന് വന്ന ആളുകളായിരുന്നു. അവരും അവരുടെ സ്പ്രിംഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവരായിരുന്നു. ഏകദേശം ഒരു 10-22 വയസ്സ് പ്രായമുള്ള 2 പയ്യന്മാരായിരുന്നു. അങ്ങനെ അവരെ പരിചയപ്പെട്ട് അവരുടെ കൂടെ ആയിരുന്നു ഇവർ ആ ഒരു ബാറിൽ പോയതും അതേപോലെ തന്നെ പാർട്ടി ചെയ്യുന്നുണ്ടായതും. സോ ഇവർ 7 പേര് ഒരുമിച്ച് മദ്യപിക്കുകയാണ്. അതേപോലെ തന്നെ ഇവർ ഡാൻസ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുദീക്ഷയും ഈ 2 പയ്യന്മാരിൽ ഒരു പയ്യനും ഭയങ്കരമായിട്ട് ക്ലോസ് ആവാണ്. അവർ എന്താ പറയുക, അവർ പേഴ്സണലായിട്ട് സംസാരിക്കുക, അവർ രണ്ടുപേരും എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളവർ ഇപ്പുറത്തൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നതിൻ്റെയാണ് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായത്. അവരവിടെ അന്നത്തെ രാത്രി മുഴുവൻ നല്ല രീതിയിൽ മദ്യപിച്ചും ഡാൻസ് ചെയ്തൊക്കെ എൻജോയ് ചെയ്തു. ഏകദേശം വെളുപ്പിന് പിറ്റേ ദിവസം 4:15 ടൈമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും പറയുകയാണ് നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്നുള്ളത്. അതായത് അവിടെ പ്രൈവറ്റ് ബീച്ച് ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാം, നമുക്ക് കുറച്ച് നേരം കടലിലൊക്കെ ഇറങ്ങി കളിക്കാം, എന്നിട്ട് സൺറൈസൊക്കെ കണ്ടെങ്കിൽ തിരിച്ചു വന്ന് കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇവർ 7 പേരും നേരെ ആ ഒരു ബീച്ചിലോട്ട് പോയത്. ഇവർ 7 പേരും ബീച്ചിലോട്ട് നടന്നു പോകുന്നതിൻ്റെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നോക്കാന്നുണ്ടെങ്കിൽ ഒരു സുദീക്ഷയും ആ ഒരു പയ്യനുണ്ടല്ലോ, അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വളരെ കൂളായിട്ടായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നിട്ട് ഉണ്ടായത്. അങ്ങനെ അവർ 7 പേരും കടൽ തീരത്തെത്തി. 7 പേരും കടലിലിറങ്ങി കുറച്ച് നേരം കളിച്ചു. അതിനുശേഷം സുദീക്ഷയുടെ 3 ഫ്രണ്ട്സ് പറഞ്ഞു നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, നല്ല ടയേർഡാണ്, ഞങ്ങൾ പോയി കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 3 പേരും നേരെ റൂമിലോട്ട് പോവാണ്. പിന്നെ അവിടെ ബാക്കി ഉണ്ടായിരുന്നത് സുദീക്ഷയും ഈ പയ്യനും അതേപോലെ തന്നെ ഈ പയ്യൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു പയ്യനും പിന്നെ സുദീക്ഷയുടെ വേറൊരു കൂട്ടുകാരിയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുദീക്ഷയുടെ കൂട്ടുകാരിയും അതേപോലെ തന്നെ മറ്റേ പയ്യനും പറഞ്ഞു ഞങ്ങളും ടയേർഡാണ്, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും തിരിച്ച് റൂമിലോട്ട് പോവായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി ആ ഒരു ബീച്ചിലുണ്ടായിരുന്നത്
സുദീക്ഷയും മറ്റേ പയ്യനും മാത്രമായിരുന്നു. അതുപോലെ തന്നെ ബീച്ചിലോട്ട് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ആ ഒരു വഴിയിലായിരുന്നു CCTV കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അല്ലാതെ ബീച്ചിലോട്ട് ഒരു CCTV ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബീച്ചിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായതെന്ന് അറിയാനായിട്ട് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റിസോർട്ടിൽ തയ്യാറായിട്ടുണ്ടായിരുന്നു. സുദീക്ഷയുടെ 4 ഫ്രണ്ട്സും ഇതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ടെത്തി. ആ ഒരു സമയത്ത് സുദീക്ഷയും വരുന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ. എന്നാൽ ആ സമയത്ത് ആ ഒരു പെൺകുട്ടി അവർ കണ്ടില്ല. അപ്പോൾ അവർ വെളുപ്പിന് വരെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം റൂമിൽ പോയി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആ പയ്യൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടാവും, തങ്ങളെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട്. അങ്ങനെ അവരവിടെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായത്. പിന്നെയും അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു. സുദീക്ഷയെ കാണാതായപ്പോൾ ഇവർ രണ്ടുപേരും നേരെ ആ ഒരു പയ്യൻ്റെ റൂമിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ആ ഒരു പയ്യൻ്റെ അടുത്ത് സുദീക്ഷ എവിടെയെന്ന് ചോദിച്ചു. ഇത് കേട്ട് ആ ഒരു പയ്യനാകപ്പാടെ ഞെട്ടിത്തിരിച്ചു പോവാണ്. നിങ്ങളുടെ റൂമിലോട്ട് അവൾ വന്നില്ല എന്നുള്ളതായിരുന്നു ആ ഒരു പയ്യൻ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ സുദീക്ഷയുടെ ഫ്രണ്ട്സ് ചോദിച്ചു നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ വരെ ആ ഒരു ബീച്ചിലായിരുന്നു കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ റൂമിലോട്ട് അവൾ വന്നിട്ടുണ്ടാവുന്നായിരുന്നു ഞാൻ കരുതിയത്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പെൺകുട്ടികളും ഞെട്ടിപ്പോയി, ഈ പയ്യനും ഞെട്ടാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെയും ആ ഒരു റിസോർട്ട് മുഴുവൻ അരിച്ചു പറക്കുകയാണ് ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. എന്നാൽ അവരെത്രയൊക്കെ എങ്ങനെയൊക്കെ ആ ഒരു റിസോർട്ടിൽ അരിച്ചു പറക്കിയിട്ടും സുദീക്ഷ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ക്ലൂവും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ ആ ഒരു ബീച്ച് കംപ്ലീറ്റ് ആയിട്ട് അവർ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ പെട്ടു. അത് മറ്റൊന്നും ആയിരുന്നില്ല, സുദീക്ഷയുടെ ഒരു ഷർട്ടായിരുന്നു. അവരവരുടെ ബിക്കിനിയുടെ മുകളിൽ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷർട്ട് ഊരിങ്ങായിട്ട് കരയിൽ വെച്ചിട്ടായിരുന്നു കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഷർട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സോ അവർ ബീച്ചിൻ്റെ അവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് നടന്നു വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് തീർച്ചയാവുകയാണ്. അങ്ങനെ അവർ ആ ഒരു ബീച്ചിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് പുറത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷർട്ട് എടുത്ത് ധരിച്ചിട്ടുണ്ടാവണം. എന്നാൽ അവർ ആ ഒരു ഷർട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അവർ ഇവിടെ എവിടെയാണ് മിസ്സായത് എന്നുള്ളൊരു കാര്യം അവർക്ക് തീർച്ചയായി. നേരെ ഇതേപോലെ തന്നെ അവർ ആ ഒരു റിസോർട്ടിൻ്റെ റിസപ്ഷനിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഇതേപോലെ തന്നെ തങ്ങളുടെ കൂട്ടുകാരനെ കാണാനില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എന്നാൽ ആ ഒരു റിസോർട്ട് അധികൃതർ ആ സമയത്ത് അതത്ര വലിയ കാര്യമാക്കിയില്ല. കാരണം അവർ റെഗുലർ ബേസിസിൽ ഇത്തരത്തിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അതായത് നൈറ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല എന്ന് വന്ന് പറയുന്നത് പതിവാണ്. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരും മദ്യപിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും, കുറച്ച് നേരം കഴിയുമ്പോൾ ബോധം വരുമ്പോൾ എഴുന്നേറ്റ് വരും എന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു ഞങ്ങളിവിടെ എല്ലായിടത്തും നോക്കി, അങ്ങനെ ഒരു പെൺകുട്ടീനെ ഇവിടെ എവിടെയും കാണുന്നില്ല, അവരുടെ വൈറ്റ് ഷർട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും റിസോർട്ട് അധികൃതർ ആ ഒരു സമയത്ത് അത് വലിയ കാര്യമാക്കിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഈവനിങ് ടൈമായി, എന്നിട്ടും സുദീക്ഷയുടെ യാതൊരു ക്ലൂ ഇല്ല. അതിനോടകം തന്നെ റിസോർട്ട് അധികൃതർക്കും എന്തൊക്കെയോ പന്തികേട് തോന്നിയിട്ട് അവരും ആ ഒരു പെൺകുട്ടിയെ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും ആ ഒരു പെൺകുട്ടി എവിടെ പോയി എങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം അങ്ങനെ ആ പെൺകുട്ടിയുടെ പാരൻസിനെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പാരൻസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തകർന്ന് പോവുകയായിരുന്നു. അവരുടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അമേരിക്കൻ എംബസിയിൽ നിന്നും ഈ ഒരു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലോട്ട് ഒരു അലേർട്ട് പോവുകയാണ്, ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അവിടുത്തെ പോലീസുകാരും കേസ് എടുത്തുകയായിട്ട് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പാരൻസും നേരെ അങ്ങോട്ട് എത്തുകയായിരുന്നു. പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഈ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഏകദേശം 24 മണിക്കൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബീച്ചും കാര്യങ്ങളെല്ലാം അവർ അനലൈസ് ചെയ്യാണ്. അതേപോലെ തന്നെ ലോക്കൽ ഫിഷർമെൻസിൻ്റെ സഹായം തേടുകയാണ്. ഇതേപോലെ തന്നെ വല്ല ബോഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ ജീവനോടെയോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ലോക്കൽ വോളണ്ടിയേഴ്സിനെയും കൂടെ വെച്ചിങ്ങായിട്ട് അവർ അന്വേഷിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ തിരഞ്ഞിട്ടും ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള യാതൊരു ക്ലൂവും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ടും സാധിച്ചില്ല. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഷർട്ട് കടന്ന സ്ഥലത്തും അതേപോലെ തന്നെ ആ ഒരു ബീച്ചിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും സ്ട്രഗിൾ നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബ്ലഡ് സ്റ്റെയിൻസോ അങ്ങനെയുള്ള ഒന്നും തന്നെ കണ്ടെത്താനും പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. സോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവോ, അങ്ങനെ അപായപ്പെടുത്തിയിട്ടുണ്ടാവോ എന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകളൊന്നും തന്നെ അവിടെ നിന്ന് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. സുദീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു തിരച്ചിൽ അടുത്ത 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അതായത് മാർച്ച് 10-ാം തീയതി വരെ. എന്നിട്ടും ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോക്കലായിട്ട് അവിടെ സെർച്ച് ചെയ്തിരുന്ന ആരെ കൊണ്ടും സാധിച്ചില്ല.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോലീസുകാർ ഇവരുടെ കൂടെ വന്ന ആ ഒരു ബാക്കി 4 പെൺകുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു 2 പയ്യന്മാരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുദീക്ഷയുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ്റെ പേര് ജോഷുവ സ്റ്റീവൻ റിബി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ജോഷുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് സ്പാനിഷ് ആയിരുന്നു. ഈ പയ്യന് ആ ഭാഷ അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ത്രൂ ഒക്കെയാണ് ഇവർ ആ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ജോഷുവ മിനിസോട്ടയിലെ സെയിൻറ്റ് ക്ലോഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലാൻഡ് സർവേയിങ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ജോഷുവയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ നല്ല അത്ലറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പൂളിലും മറ്റൊക്കെ കുട്ടികളൊക്കെ വീഴാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലൈഫ് ഗാർഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ കൂടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ജോഷുവ. അവർക്കും ഇതേപോലെ തന്നെ സ്പ്രിംഗ് ബ്രേക്ക് ആയിരുന്നു. അങ്ങനെയാണ് ആളും സുഹൃത്തും നേരെ ഈ ഒരു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലോട്ട് വരുന്നതും ആ ഒരു റിയോ റിപ്പബ്ലിക്ക എന്ന് പറയുന്ന ഹോട്ടലിലെ ലോബിയിൽ വെച്ചിങ്ങായിട്ട് ഈ പെൺകുട്ടികളെ കാണുന്നതും പിന്നീട് അവരുമായിട്ട് സംസാരിക്കുന്നതും പിന്നീട് സുഹൃത്തുക്കളാവുന്നതും അതിനുശേഷം ഈ ബാറിൽ പോകുന്നതും ഒക്കെ. പിന്നെ ഇവർ പാർട്ടി ചെയ്യുന്നതും ബാക്കിയുള്ള ടൈമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഷയും സുദീക്ഷയും ഭയങ്കരമായിട്ട് ക്ലോസ് ആവുമായിരുന്നു ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ. അതിനുശേഷമാണ് ഈ ഒരു 4:15 ടൈമൊക്കെ ആയപ്പോൾ ഇവർ നേരെ ബീച്ചിലോട്ട് പോകുന്നതും അതേപോലെ തന്നെ കുറച്ച് നേരം അവർ കടലിൽ സ്വിം ചെയ്യുന്നതും അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും തിരിച്ചു പോകുന്നതും ഇവർ രണ്ടുപേരും ആ ഒരു ബീച്ചിൽ തന്നെ ഇരിക്കുന്നതും. ജോഷ പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സുഹൃത്തുക്കൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയതിന് ശേഷവും അവർ ഇതേപോലെ തന്നെ ബീച്ചിൽ കളിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുന്നത്. ഏകദേശം ഒരു 4:50 ടൈമൊക്കെ ആയിട്ടുണ്ടാവും, അതായത് 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ വലിയ ഒരു തിരമാല അടിക്കുകയായിരുന്നു. ആ ഒരു തിരമാലയിൽ ഇവർ രണ്ടുപേരും കടലിലോട്ട് പോവുമായിരുന്നു. ഓൾറെഡി ഇവർ രണ്ടുപേരും നല്ല ഡ്രങ്കാണ്, അത്രത്തോളം മദ്യപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈവനിങ് തുടങ്ങിയിട്ട്, അതായത് ഒരു ഈവനിങ് പാർട്ടിക്ക് തുടങ്ങിയിട്ട് മദ്യപിക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ വരെ അവർ മദ്യപിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ജോഷുവ എങ്ങനെയൊക്കെയോ ആ ഒരു പെൺകുട്ടിയെ പിടിച്ചിങ്ങായിട്ട് കരക്ക് കൊണ്ടുവരികയാണ്. അതായത് ആൾ ഓൾറെഡി ഒരു ലൈഫ് ഗാർഡാണ്. അപ്പോൾ ആൾക്ക് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആളെങ്ങനെയൊക്കെയോ ഇതേപോലെ തന്നെ പിടിച്ചു വലിച്ച് രക്ഷിച്ച് നേരെ കരക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ആൾ കരയിൽ കൊണ്ടുവന്നപ്പോൾ ആൾ ഓൾറെഡി കുറേ ഉപ്പുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കാരണം ആൾ അവിടെ തന്നെ വാൾ വെക്കുകയാണ്. അതിനുശേഷം ആൾക്ക് ഇങ്ങനെ നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ സുദീക്ഷ അവിടെ കടലിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. ഏകദേശം മുട്ടോളം വെള്ളത്തിലായിരുന്നു ആ ഒരു സമയത്ത് സുദീക്ഷ നിൽക്കുന്നുണ്ടായിരുന്നത് എന്നുള്ള തരത്തിലായിരുന്നു ജോഷുവ പറഞ്ഞത്. അപ്പോൾ ജോഷുവ ചോദിച്ചു, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആന്ന് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞോ ഒന്നും അറിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും കേട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആളവിടെ ഓഫാവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും ഈ ഒരു ജോഷുക്ക് അറിയില്ല എന്നുള്ളൊരു തരത്തിലാണ് ആള് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ആൾക്ക് ബോധം വന്ന ആൾ കണ്ണുറന്ന് നോക്കുമ്പോൾ സുദീക്ഷ ചുറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുദീക്ഷ തിരിച്ച് റൂമിലോട്ട് പോയിട്ടുണ്ടാവുന്നായിരുന്നു ആൾ വിചാരിച്ചത്. അങ്ങനെയാണ് ഒരു 8:55 ടൈമൊക്കെ ആയപ്പോൾ ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ തൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടായത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജോഷുവയുടെ ഭാഗത്തു നിന്ന് കേട്ട് കഴിഞ്ഞിട്ടും പോലീസിനുണ്ടായിരുന്ന ഒരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓൾറെഡി ലൈഫ് ഗാർഡിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ ഒരാളാണ്. എങ്ങനെ ആൾ വലിയൊരു തിര വന്നപ്പോൾ അതിൽ പെട്ട് വെള്ളമൊക്കെ കുടിച്ചു എന്നുള്ളതായി അവരുടെ ഒരു സംശയം. എന്നാലും നമ്മൾ നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആൾ ആവശ്യത്തിലധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്ര വലിയ നീന്തലുകാരനാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പെട്ടുപോകാനുള്ള ഒരു സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പിന്നെ അടുത്തതായിട്ട് പോലീസിനുണ്ടായ മറ്റൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതേപോലെ തന്നെ കടലിലൊക്കെ വീണ് വെള്ളം കുടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരത്തിന് കടലിലോട്ട് ഇറങ്ങില്ല, കരയിൽ വന്ന് നിൽക്കലുള്ളൂ. അപ്പോൾ ഈ ഒരു ജോഷു ഇതേപോലെ തന്നെ എങ്ങനെയൊക്കെയോ കരയിൽ വന്നിങ്ങായിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി ഏകദേശം മുട്ടോളം വെള്ളത്തിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പെട്ടെന്ന് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മദ്യപിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് നേരത്തിന് ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, രക്ഷപ്പെടാനുള്ള ആ ഒരു സാധനം വരും. അപ്പോൾ ആ ഒരു മദ്യത്തിൻ്റെ ആ ഒരു സാധനമൊക്കെ കുറച്ച് നേരത്തിനൊന്ന് ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ ഒരു പെൺകുട്ടി തിരിച്ച് കടലിലോട്ട് പോകണം എന്നുള്ളത് വലിയൊരു ചോദ്യത്തിന് തന്നെയാണല്ലോ. എന്തൊക്കെയാണെങ്കിലും പോലീസിന് പൂർണ്ണമായിട്ടും ജോഷുവെ വിശ്വസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു റിസോർട്ടിൽ തന്നെ നിൽക്കാനായിട്ട് ആളുടെ അടുത്ത് പറയാണ്, എവിടേക്കും പോകരുതെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഏകദേശം ഒരു 10 ദിവസം കൂടെയും ആൾ ആ ഒരു റിസോർട്ടിൽ തന്നെ ഒരു തടങ്കൽ എന്നുള്ള പോലെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേനും ഈ ഒരു ജോഷുവയുടെ ലോയർ ഒരു ഹേബിയസ് കോർപ്പസ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മേൽ പ്രഷർ വരികയാണ്. അതായത് ഒരു ഇൻസിഡൻറ്റിന് ജസ്റ്റ് വിറ്റ്നസ് ആയിട്ടുള്ള ഒരാളെ ഒരു സസ്പെക്റ്റിനെ പോലെ പെരുമാറുന്നു എന്നുള്ളൊരു തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോഷുവയുടെ അടുത്ത് ആളുടെ ലോയർ സംസാരിക്കുന്നത് വരെ ആൾ നല്ല രീതിയിൽ പോലീസിൻ്റെ അടുത്ത് എല്ലാത്തിനും സംസാരിക്കുന്നുണ്ടായിരുന്നു, സഹകരിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ലോയറിനായിട്ട് സംസാരിച്ചതിന് ശേഷം
ആൾ വാ തുറന്നിട്ടില്ല എന്നുള്ളൊരു തരത്തിലാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഈ ഒരു പോലീസിനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. ആദ്യത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിസോർട്ടിൽ അന്നത്തെ ദിവസം 40 മിനിറ്റ് ഒരു പവർ കട്ട് ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഈ പെൺകുട്ടികൾ ആരെങ്കിലും നോട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവർ എക്സ്ട്രീംലി വൾണറബിൾ ആണെന്ന് മനസ്സിലാക്കിയ അവർ ഈ പെൺകുട്ടികളെ ഇതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവാം. അതിനുശേഷം കറക്റ്റ് ടൈമിൽ അവിടെ നിന്ന് ഇതേപോലെ തന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബീച്ചിൽ വേറെ വഴിയിലൂടെ ഏതെങ്കിലും ത്രെസ്പാസേഴ്സ് വന്നെങ്കിൽ വല്ല ഓർഗൻ ട്രാഫിക്കിങ്ങോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ആളുകൾ വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. പിന്നെ വേറൊരു പോസിബിലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ ഇതേപോലെ തന്നെ ഒരു 3 പേര് കടലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ ബോഡിയാണ് കിട്ടിയത്. മൂന്നാമത്തെ ഒരാളുടെ ബോഡി കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ആ കടലിൽ ഷാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു തരത്തിലാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ മദ്യപിച്ചിൽ കേട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നല്ലോ. ആ ഒരു പയ്യൻ ചിലപ്പോൾ രക്ഷിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആ ഒരു പെൺകുട്ടി പിന്നെയും ബോധമില്ലാത്ത രീതിയിൽ നേരെ അവിടെ നിന്ന സമയത്ത് അടുത്ത തിരക്ക് വന്നപ്പോൾ തിരിച്ചകത്തോട്ട് പോയിട്ട് വല്ല ഷാർക്ക് എങ്ങാനും പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ പൊടി പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും എന്നുള്ള രീതിയിലുള്ള ഒരു തിയറിയും കാര്യങ്ങളും കൂടെയുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് സുദീക്ഷയുടെ പാരൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയുണ്ടായി. തങ്ങളുടെ മകള് കടലിൽ വീണ് മുങ്ങി മരിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളൊരു തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായത്. വളരെ സങ്കടത്തോട് കൂടിയിട്ടായിരുന്നു അവർ അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യനുണ്ടല്ലോ ജോഷുവ, ആ പയ്യൻ അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ആ ഒരു പയ്യൻ രക്ഷിച്ചെന്ന് ആ ഒരു പയ്യന് തോന്നിയതായിരിക്കാം. പിന്നെ അത്രത്തോളം മദ്യപിച്ചത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ കറക്റ്റായിട്ട് നടന്നത് എന്നുള്ളത് റീകളക്ട് ചെയ്യാനും ആ ഒരു പയ്യന് സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു പയ്യൻ രക്ഷിച്ചു, എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ ബീച്ചിലോട്ട് കൊണ്ടുവന്നു, എന്നിട്ടാണ് താൻ ചോദിക്കുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. മേ ബി ആ ഒരു തിരയിൽ തന്നെ ആ ഒരു പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിലോ, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് അല്ലേ. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോഷുവക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സുദീക്ഷയെ കൊല്ലാനായിട്ടുള്ള യാതൊരു മോട്ടീവും ഇല്ല. അതായത് ഒരു മോട്ടീവ് ഉണ്ട് ഒരു മർഡർ നടക്കണമെന്നുണ്ടെങ്കിൽ. അതായത് ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇവർ ഹഗ് ചെയ്തിട്ട് അങ്ങനെ ആണ് ആ ഒരു ബീച്ചിലോട്ട് പോകുന്നുണ്ടായിരുന്നത്. അത്രയും നേരം അവരുടെ എല്ലാവരുടെയും ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്ന സമയത്തും ഇവർ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്കിടയിൽ യാതൊരു ഇഷ്യൂ ഒരടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ചില്ലായിട്ട് പോകുന്ന 2 ആളുകൾ എന്തിനതിലൊരാൾ മറ്റൊരാളെ അപായപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അതുകൊണ്ട് തന്നെ ജോഷുവ ഇതിൽ ഇന്നസെൻ്റ് ആണ് എന്ന് കരുതുന്ന ആളുകളാണ് ഒരുപാടുള്ളത്. പിന്നെ ലേറ്റർ പീരീഡിൽ ജോഷുവ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുദീക്ഷയുടെ പേരൻസുമായിട്ട് ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മകളെ ആദ്യം ഒരു തവണ രക്ഷിച്ചതിന് അവർ നന്ദി പറഞ്ഞു എന്നുള്ളൊരു തരത്തിലാണ്. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളൊരു തരത്തിലാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സുദീക്ഷ ഗുണാകി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്താനായിട്ട് ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഒരു തോട്ടിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പെൺകുട്ടി മിസ്സായിട്ടുണ്ടാവുക? എന്തായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.